അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തുകൊണ്ട് ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ എന്തൊക്കെയാണ് നാം സ്വരുക്കൂട്ടേണ്ടത് എന്ന് ചർച്ച ചെയ്യാനും നമുക്ക് സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും ചിന്തയും പ്രവർത്തനങ്ങളും നമ്മുടെ ഖബറിൽ നമുക്ക് വെളിച്ചം തരുന്ന, നാളെ നമ്മുടെ മീസാനിൽ വലിയ കനം നൽകുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ സമ്മാനമായ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. നമുക്ക് അള്ളാഹു അവസരങ്ങൾ തരും ജീവിതത്തിൽ. ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്നത് അവസരങ്ങൾ മാത്രമാണ്. അത് ഒരു വലിയ ടൈം ഒന്നുമില്ല, നേരെ മറിച്ച് വളരെ കുറഞ്ഞ സമയങ്ങളും കുറഞ്ഞ അവസരങ്ങളും. അതിൽ അള്ളാഹു പരിഗണിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ തേട്ടമാണ്. നബി പറഞ്ഞൊരു വചനം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നല്ലാഹ ലാ യൻദുറു ഇല അജ്സാമിക്കും വലാ ഇല അംവാലിക്കും വലാകിൻ യൻദുറു ഇല ഖുലൂബിക്കും വ അഅമാലിക്കും. നിങ്ങളുടെ സമ്പത്തിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ ബാഹ്യ പ്രകടനങ്ങളിലേക്കോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം. നേരെ മറിച്ച് ഇന്നല്ലാഹ യൻദുറു ഇല അഅമാലിക്കും വ ഇല ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കുമാണ് റബ്ബിൻ്റെ നോട്ടം. ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്താണോ കൊതിക്കുന്നത് അതിലേക്ക് അള്ളാഹു കാര്യങ്ങളെ എളുപ്പമാക്കി തരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ അവസരങ്ങൾ തരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുമ്പോഴും അവസരങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിലേക്ക് അള്ളാഹു എളുപ്പത്തിൽ എത്തിച്ചേരും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ തീരുമാനങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു തരും. അത് ഈമാനാണ് കൊതിക്കുന്നതെങ്കിൽ ഈമാനിലേക്ക്, കുഫറാണ് കൊതിക്കുന്നതെങ്കിൽ കുഫറിലേക്ക്. അപ്പോൾ നമുക്കറിയാം, അബൂലഹബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിക്കുകയോ ഇടിക്കുകയോ തല്ലോ ഒന്നും ചെയ്തില്ല. ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, എന്ത്? തബ്ബല്ലക്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒറ്റ വാചകം പറഞ്ഞതോടെ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുത്തു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അത് സ്വീകരിച്ചു റബ്ബ് സുബ്ഹാനഹു വ തആല. അത് അവസരം ഒരുക്കിയത് ആര് തന്നെയാണ്? ശബ്ദം കുറക്കണം. അവസരം ഒരുക്കിയത് ആര് തന്നെയാണ്? അയാൾ തന്നെ ഒരുക്കിയ ഒരു അവസരമാണ്. അയാൾ തന്നെ ചോദിച്ചു വാങ്ങുകയാണ്, എരന്ന് വാങ്ങിയതാണത്. ഇതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുഫറിലേക്കാണെങ്കിലും ഇസ്ലാമിലേക്കാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ തീരുമാനം അള്ളാഹു കബൂലാക്കും, തേട്ടത്തെ അള്ളാഹു കബൂലാക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികളെ ആദരിക്കണം, നല്ലത് പറയണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസിൽ ഇത് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറഹു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഒരു ക്ലോസ് വെക്കുകയാണ്, നിങ്ങൾ അയൽവാസികളോട് ആദരവ് കാണിക്കണം, അതിഥികളെ ബഹുമാനിക്കണം, നല്ലത് പറയണം, നല്ലത് പറയാൻ കഴിയുന്നില്ല മിണ്ടാതിരിക്കണം. അപ്പോൾ അവിടെ ക്ലോസ് ഉണ്ട്. ഇതിലെല്ലാത്തിനും ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് എന്താ ക്ലോസ്? മൻ കാന യുഅ്മിനു ബില്ലാഹി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. അപ്പോ ഇത് അവിടെ മാത്രമല്ല, എല്ലാ രംഗത്തും ഈ ക്ലോസ് ഉണ്ട്. നമ്മൾ എന്തിനു പ്രവർത്തിക്കണം എന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ പ്രവർത്തിക്കും, നമ്മൾ ചിലപ്പോൾ അധ്വാനിക്കും. പക്ഷെ അധ്വാനിക്കുന്നതിന് ഖുർആനിൽ അള്ളാഹു നടത്തിയ ഒരു വലിയ പരാമർശമുണ്ട്. നമുക്കെല്ലാവർക്കും വാചകം അറിയാം,
ആമിലത്തുൻ നാസിബ. ആ ഓർക്കോട്ട് പോയി തെളിഞ്ഞിങ്ങോട്ട് വരട്ടെ. ബാക്കി എന്താ? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ഈ ആയത്തിന്റെ അർത്ഥം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് തഅബാനായിപ്പോയി. ചില്ലറ പണിയൊന്നുമല്ല. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് താബാനായി. താബാനായി എന്ന് നമ്മൾക്കറിയാം, അറബികൾ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. ആള് താബാനാണ്. കഷ്ടപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു മീറ്റിങ്ങിന് വരാൻ നോക്കുമ്പോൾ ഞാൻ താബാനാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് താബാനായി, ക്ഷീണിച്ചുപോയി. പക്ഷെ നാളെ ആഖിറത്തിൽ വന്ന് നോക്കുമ്പോൾ തസ്ലാ നാറൻ ഹാമിയ, കത്തിയാളുന്ന നരകത്തിലേക്ക് പോയിക്കോ. ആരോടെ പറയണത്? റെസ്റ്റ് എടുത്ത ആളല്ല, പിന്നെന്താ? പണിയെടുത്ത് വന്ന ആള്. കസേര കയ്യിലുണ്ട് പൊക്കി കൊണ്ടുപോയി ആ ശബ്ദം കൊണ്ട് ഒഴിവാക്കി കിട്ടും. ഇങ്ങനൊരു കസേര ഗോവിന്ദചാമിക്ക് കൊടുത്തിരുന്നെങ്കിൽ. അപ്പോ തസ്ലാ നാറൻ ഹാമിയ എന്ന് പറഞ്ഞാൽ പണിയെടുത്ത് തഅബാനായിട്ട് ചെന്ന് നോക്കുമ്പോ നരകം. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? പണിയെടുത്തിട്ട് നരകം കിട്ടണമെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തോ ഒരു ഫോൾട്ട് പറ്റിയാണ്. എന്തോ ഒരു ഫോൾട്ട് പറ്റി, അഥവാ സ്വീകാര്യമല്ല, അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു. ബില്ല് പാസ്സായില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബില്ല് പാസ്സായില്ല. അപ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാനിയകൾ ബാധിക്കും. മാനിയ എന്ന് വെച്ചാൽ ഒരു ഡിസോർഡറാണ്. ഒരാൾക്ക് സംഭവിക്കേണ്ട ഡിസോർഡറാണ് മാനിയ എന്ന് പറയുന്നത്. ഈ മാനിയകൾ പലതും പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തകർക്ക് ബാധിക്കുന്ന ഒരുപാട് മാനിയകളുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു എന്തൊക്കെയാണ് ആ മാനിയാന്ന്. ഒരു സംഘടനാ പ്രവർത്തകർ കുറെ കാലങ്ങൾ പ്രവർത്തിച്ചു വരുമ്പോൾ അയാൾക്ക് ബാധിക്കുന്ന മാനിയകൾ എന്തൊക്കെയായിരിക്കും? ലോകമാന്യം. ലോകമാന്യം എന്ന് ഒറ്റവാക്കി പറയാം, അതിനൊരു പ്രകടനം ഉണ്ടാവും. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കൂല. അതന്നെ വലിയൊരു മനുഷ്യന് പാടില്ലാത്തതും മാത്രമല്ല, ഒരു ശരിയല്ലാത്തതും, ഒരു ഹമാക്കത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു അഹ്മക്കിന്റെ ചിന്തയാണ്, ഒരു വിഡ്ഢിയുടെ ചിന്തയാണ്. എന്ത്? ഞാനില്ലെങ്കിൽ, പ്രത്യേകിച്ച് ദീനില് അള്ളാഹു ഒരു ക്ലോസ് നൽകിയിട്ടുണ്ട് ഖുർആനില്. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അദില്ലത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് ലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. നിങ്ങൾ ഈ പണി നിർത്തിപ്പോയാൽ, ഖുർആന്റെ അവിടെ പ്രയോഗം മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾ എക്സ് മുസ്ലിങ്ങളായാൽ, എന്നുവെച്ചാൽ നിങ്ങൾ കാണിച്ചു തരാം, ഞാൻ ഇല്ലെങ്കിൽ നടക്കുമെന്ന് നോക്കട്ടെ. അങ്ങനെ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾ ദീനിൽ നിന്ന് മുർത്തദ്ദായി പുറത്തു പോയാൽ ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ, അള്ളാഹു വേറൊരു ജനതയെ നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു അവരുടെ ഔസാഫുകൾ, അവരുടെ പ്രത്യേകത പറഞ്ഞത് യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർക്ക് അള്ളാഹുവിനെ അങ്ങേറ്റം ഇഷ്ടമുള്ളവരായിരിക്കും, ഇഷ്ടത്തോടെ പണിയെടുക്കുന്നവരാണ്. അവരെ അള്ളാഹുവിനും ഇഷ്ടമായിരിക്കും. അവിശ്വാസികളുടെ മേൽ അവർ പ്രതാപമുള്ളവരായിരിക്കും. വിശ്വാസികളോട് അവർ അങ്ങേറ്റം ലോലമായി പെരുമാറുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും അവർ. ലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകരുടെ ആക്ഷേപത്തെ അവർ പേടിക്കുകയേയില്ല. ട്രോള് ചെയ്യും, ആളുകൾ പരിഹസിക്കും, പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകരുടെ ആക്ഷേപം ഭയപ്പെടാതെ അവർ നിരന്തരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ജനതയെ നിങ്ങൾക്ക് പകരം ഞാനിവിടെ കൊണ്ടുവരും. അപ്പം അള്ളാഹുവിന്റെ ദീനിൽ ആളില്ലാതെ പോണ ഒരു കാലവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിന്നാൽ മതി എന്നുള്ള കോലത്തിലാണ് റബ്ബ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നാൽ മതി, അല്ലാതെ ആളില്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പോയി അടുത്തൊക്കെ കൗമ വേറെ വരും. അപ്പൊ ലോകമാന്യത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകും, ഞാനില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത്തെ ഈ സംഘടനക്കാർക്ക് ബാധിക്കുന്ന പ്രശ്നം, നമ്മുടെ ഈ നേതാക്കൾക്കും, നമ്മൾ നേതാക്കളായാലും, നമ്മൾ സെക്രട്ടറി ആയാലും, നമ്മൾ പ്രസിഡന്റ് ആയാലും, നമ്മൾ കുറെ കാലമൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ബാധിക്കുന്ന മാനിയകൾ. ഒന്ന് ലോകമാന്യം പറഞ്ഞു,
രണ്ട് മീറ്റിങ്ങിൽ വിളിച്ചാൽ വരൂല എന്നുള്ളത് അത് ഒരു തെറ്റിദ്ധാരണയാണ്. മീറ്റിംഗ് ഞാനിപ്പോൾ വന്നപ്പോഴും കേട്ടു, ഇലക്ഷൻ എടുത്താലോ, നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുകയാണെങ്കിലോ മീറ്റിങ്ങിന് ആൾ വരുമോ? പറ അപ്പോൾ മീറ്റിങ്ങിൽ വിളിച്ചാൽ വരില്ല എന്ന് പറയുന്നത് ആക്ഷേപിക്കല്ലേ. മീറ്റിങ്ങിൽ വിളിച്ചാൽ വരും, പക്ഷെ കാര്യം ഉണ്ടാവണം ആർക്ക്? വരണാക്ക്. അപ്പോൾ ഇപ്പം രണ്ടാമത്തൊന്ന് പറഞ്ഞു, മൂന്ന് കാണുന്ന പറഞ്ഞപ്പോ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഇപ്പോൾ ചുരുങ്ങിയത് ലുലുവാണെങ്കിലും ആവണം. കോംപ്ലക്സ് ഒക്കെ വിട്ടുപോയി, അതൊക്കെ വളരെ ചെറുതാണ്, വലിയ മാളുകളാണ്. അപ്പോൾ ആ രൂപത്തിലാണ് ഇപ്പോൾ ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായിരുന്നാലും ഉണ്ട്. അപ്പോൾ പൊതുവിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു പ്രശ്നം. പിന്നെ 3 കൃത്യനിഷ്ഠത പാലിക്കില്ല എന്നാണ്, പഞ്ചിങ് ഇല്ല. പിന്നെ മലയാളികൾ പ്രത്യേകിച്ച് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ പിന്നെ ഒരു മുഖാമുഖം നടത്തി ഇ.കെ.കാർ പണ്ട് NDF-നെതിരെയാണ്. അപ്പോൾ 4 മണിക്കാണ് നോട്ടീസിൽ, പക്ഷെ തുടങ്ങിയപ്പോൾ ഒരു 5:30 ആ സന്ദർഭത്തിൽ ഒന്നാമത്തെ ചോദ്യകർത്താവ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അഥവാ NDF-കാരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ തന്നെ പ്രകടമാണ്. ഞങ്ങൾ 4 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 4 മണിക്ക് തന്നെ പരിപാടി തുടങ്ങുന്നതാണ്. പക്ഷെ ഇവിടെ 4 മണി എന്നാണ് നോട്ടീസിലുള്ളത്, പരിപാടി തുടങ്ങിയപ്പോൾ 5:30 മണിയായിരിക്കുന്നു. ഇതന്നെ നമ്മൾ തമ്മിലുള്ള ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അമ്പലക്കട ഓഫീസ് എഴുന്നേറ്റ് മറുപടി പറഞ്ഞു, അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ 4 മണി എന്ന് പറഞ്ഞാൽ അത് 5:30 എന്നെല്ലാവർക്കും അറിയുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കൃത്യനിഷ്ഠത അതൊരു പ്രശ്നം തന്നെയാണ്. നെക്സ്റ്റ് ഓരോന്നോരങ്ങ് പൊങ്ങി വരട്ടെ, പുറത്തേക്ക് വരട്ടെ, ഓരോന്നോരോന്ന്. കുറെ കിട്ടി, ഞാനിതൊന്നും ചിന്തിച്ചിട്ട് തന്നെയില്ല. നെക്സ്റ്റ് നിരാശ എന്ന് പറഞ്ഞാൽ കാഫറിന്റെ അടയാളമാണെന്നാണ്. എന്ത് നിരാശ? അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശരാകുന്നവർ ആര് മാത്രമാണ്? അക്രമികളും കാഫറുകളും മാത്രം അള്ളാഹുവിന്റെ പിന്നെ കാരുണ്യത്തിൽ നിരാശരാവുള്ളൂ. കാരണം നിരാശയിലാണ് പടച്ചവൻ നമുക്ക് തരിക. തോറ്റെന്ന് തോന്നിടത്തുനിന്നാണ് അള്ളാഹു എന്തെടുക്കുക, പിക്ക് ചെയ്ത് പൊക്കുക. അല്ല നമ്മളൊക്കെ എല്ലാം സക്സസ് ആയി നിൽക്കുന്നിടത്തുനിന്ന് പിന്നെ പൊക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോ നിരാശ പൊതുവിൽ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് അലസത കുറച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ കുറെ ഓടി ക്ഷീണിച്ച് കുറെ പണിയെടുത്ത് കുറെ കാലമായി എന്ന് പറഞ്ഞിട്ട് അലസത രൂപപ്പെടുന്നുണ്ട്. ശരിയാണ്, ആലസ്യം വരുന്നുണ്ട്. എന്തുകൊണ്ട് ആലസ്യം വരണേ? അതിനൊരു കാരണമുണ്ട്. പണ്ടൊരു പോട്ടറല്ല, ഒരു നാടൻ നടന്നു പോകുമ്പോൾ ഒരാൾ ഒരു പെട്ടി കൊടുക്കും. പെട്ടിയായിട്ട് ഇങ്ങനെ വരികയാണ്, അയാൾ കഷ്ടപ്പെട്ട് വരികയാണ്. കഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ നിന്ന് പിടിക്കുമെന്ന് ചോദിച്ചു ഇയാളോട്. മറ്റേ ആൾ പിടിച്ചു പോയി. അയാൾ ഭയങ്കര കനം. അയാൾ വലിച്ച് കാര്യം ഇയാളൊരു ചോദിച്ചെന്നുള്ള ഒരു ഹെൽപ്പ് എന്നുള്ള പെട്ടി കൊടുത്തതാണ്. അങ്ങനെ ഇയാൾ വലിച്ചിങ്ങനെ കുറേ നടന്ന് ക്ഷീണിച്ചു. ഈ കൊടുത്താക്കും മനസ്സിലായി മറ്റോ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം ഈ കൊടുത്താൾ പറഞ്ഞു, അതിൽ മുഴുവനും ഗോൾഡാണ്, ആ പെട്ടിയിൽ മുഴുവനും ഗോൾഡാണ്. നിങ്ങൾ എടുത്തോന്നിയോ, നിങ്ങൾക്കുള്ളതാ, അത് എടുത്തോന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എടുത്തോ, നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊടുത്താൾ ചോദിച്ചു, ഞാൻ പിടിക്കട്ടെ പെട്ടി ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. ഇതിന് കനമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം, കുഴപ്പമൊന്നുമില്ലാതെ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ആലസ്യം വരണം എന്താണെന്ന് അറിയാം. നമുക്ക് ഈ പെട്ടിയിലുള്ളത് എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഈ എടുത്ത പെട്ടിയിൽ എന്താണെന്ന് അറിഞ്ഞാൽ ഈ ആലസ്യം കൊണ്ട് പോകും. ഇത് ഭാരമായി തോന്നി. ഈ പേര് തന്നെ ഭാരവാഹി എന്നാണ്. ആലോചിച്ചൊക്കെ, പള്ളിയുടെ ഭാരവാഹി എന്നാണ്. ഈ ഭാരം തോന്നണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് തിരിയാത്തോണ്ടാണ്. ഇത് തിരിഞ്ഞാൽ പിന്നെ ഒരു കനവും തോന്നില്ല. അടുത്താൾ വന്നിട്ട് ഞാൻ എടുക്കട്ടെ എന്ന് വെച്ചാൽ വേണ്ട, ഇത് ഞാൻ എടുത്തോളാം എന്ന് പറയും. ഇത് ഈ ആലസ്യത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതെന്താ പെട്ടി, ഇതിലുള്ളത് എന്താണെന്ന് അങ്ങോട്ട് തിരിയണില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അടുത്തത് പറഞ്ഞോ എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ ഓരോന്നിങ്ങനെ ചിന്തിക്കുമ്പോഴല്ലേ മനസ്സിലാവുക, ഓരോന്നോരോന്നിങ്ങനെ പുറത്തു വരിക. അപ്പോൾ ആലസ്യം വരെ കിട്ടി. ഇനി അടുത്ത്
പ്രവർത്തനത്തിന് ഐക്യമില്ലായ്മ. അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ഈ പിശാചിന്റെ ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ ഭിന്നിപ്പിക്കലാണ്. അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി. എന്താ പറഞ്ഞ ബാക്കി? സൊഫൻ. ഖുർആനിലെ അധ്യായത്തിന്റെ പേരെന്താണ്? സൂറത്തു സൊഫ്. സൊഫ് എന്ന് വെച്ചാൽ എന്താ? അണി. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. നിസ്കാരത്തിനിടെ വിട വന്നാൽ എൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് കയറി നിൽക്കുമെന്ന് പറഞ്ഞു. ആര്? വിടവ് നികത്താൻ. ആരാ വരിക? പിശാച് വന്ന് നിൽക്കും വിടവില്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിലുള്ള ആൾക്കാർ ഐക്യത്തിൽപ്പെട്ട ആൾക്കാരാണോ ഇണക്കമുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടി നിസ്കരിക്കുമ്പോൾ സഫ് ഇട്ടുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. നിസ്കരിക്കുമ്പോൾ സഫ് നോക്കിയാൽ മതി, അവിടെ ആൾക്കാർക്ക് മനസ്സിൽ ഇണക്കുണ്ടോന്ന് കാണാൻ കഴിയുന്ന. അപ്പൊ സഫ് എന്നുള്ളത്, അണിചേരുക എന്നുള്ളത് വലിയ ഒരു കടമയാണ്, ദീനിന്റെ കടമ, ചേർന്ന് നിൽക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളൊരു ബിൽഡിംഗ് പോലെ ആകണം എന്നാ പറഞ്ഞത്. ബിൽഡിംഗ് പോലെ ആകണം. യശുദ്ധു ബഅദുഹു ബഅദ. ബിൽഡിങ്ങിന്റെ പ്രത്യേകത ഒരു ഫില്ലർ അടുത്ത ഫില്ലറിന്റെ ബലാണ്. ഇത്രയും ഫില്ലർ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ ഫില്ലർ അങ്ങോട്ട് തട്ടിയാലോ, ഓനങ്ങോട്ട് പണി മുടക്കി പോയാലോ. അപ്പൊ യശുദ്ധു ബഅദുഹു ബഅദ, അത് പരസ്പരം ശക്തി പകരുന്നതാണ്, അത് അനിവാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐക്യപ്പെട്ട് നിൽക്കുന്നതിനെ ആര് തകർക്കും? പിശാച് തകർത്ത് കളയും. അപ്പോൾ അതൊരു പ്രശ്നമാണ്, ഐക്യമില്ലായ്മ. പിന്നെ പൈസ ചെലവഴിക്കല് മടിയാന്ന കൂടുതലാണെന്നാ? മടി, അതാണ്. പൈസ ചെലവഴിക്കുന്നതിലും മടി എന്നതാണ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. പക്ഷെ നേരെ തിരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ദീനിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു പള്ളി ഇവിടെ പൊങ്ങാതിരിക്കുന്നുണ്ടോ? കുസാറ്റ് പള്ളി അവിടെ ആരെങ്കിലും ഉണ്ടോ? വമ്പം പള്ളിയില്ലേ പൊക്കി? എത്ര നിലയാ? 4 നില അടിച്ചങ്ങോട്ട് പൊക്കി, ഫുൾ സെറ്റപ്പില്. പൈസ ലൈനിലാണ്. നമ്മൾ കൊടുക്കണില്ല, അപ്പോൾ അടുത്ത ആൾ കൊടുക്കും. അങ്ങനെയാണത്. പൈസ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യണമെന്നില്ല. പൈസ ഇച്ചിരി വലിവുണ്ടാവും, പക്ഷേ പണം ഉള്ളത് തരും. അതിന് വേറെ വഴി, നമ്മളല്ലെങ്കിൽ വേറെ ആൾ കൊടുക്കും. പൈസ ചെലവഴിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ചെലവഴിച്ചൊക്കെ പിടുത്തം വെക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ പിടിക്കണമെന്ന് നമുക്ക് കുറേ ഉള്ളൂ. പുറമെ വരണമെങ്കിൽ എന്തെടുക്കണം? കോരണം. കിണച്ചിന്ന് കോരിയാലാണ് എന്തെടുക്കുക? വെള്ളം ശുദ്ധിയാവുക, അടുത്ത ഉറവ ഇങ്ങനെ വരിക. മനസ്സിലായില്ലേ? അതല്ല നമ്മളൊരു അവിടെ തന്നെ കെട്ടിക്കെടുത്ത് കോരുന്നില്ലെങ്കിൽ അങ്ങനെ ആ വെള്ളം ഇങ്ങനെ മലിനമായി അവിടെ കിടക്കത്തേ ഉള്ളൂ. അതിന് ആ കിണറിന് എന്തുണ്ടാവില്ല? ശുദ്ധി ഉണ്ടാവില്ല. കോരുന്ന കിണറ്റിലാണ് എപ്പോഴും. കാരണം അള്ളാഹു കൊടുത്ത വാഗ്ദാനം അത് തന്നെയാണ്. എന്ത്? അള്ളാഹു ഇത്ര ഓഫർ ചെയ്ത ഒന്നിനെത്ര പറഞ്ഞ? ഒന്നിനെത്രയാ പറഞ്ഞേ? 1 രൂപക്ക് എത്രയാ പറഞ്ഞേ? അതറിയില്ല, അതാ പ്രശ്നം. പെട്ടിയുടെ കാലം 7. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. 1 രൂപക്ക് എത്ര? 700 രൂപ വെച്ചിട്ടാ തരിക. ഇരട്ടി വരേണ്ടത് എത്ര? 1-ന് 700. കാരണം വെച്ചാല് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഒരു ധാന്യത്തിന് അത് ഇട്ട് കഴിഞ്ഞാൽ 7 കതിരുകൾ. 7 കതിരിൽ 100 ധാന്യങ്ങൾ. അപ്പൊ എത്രയായി? 7 എണ്ണത്തില് 700. എന്താ പറഞ്ഞു? ചിലപ്പോൾ അത് കൂടുതലും അടിച്ച് തരാന്ന്. അതിൽ കൂടുതലും അടിച്ച് കുറക്കൂല, എന്തായിരുന്നാലും കൂടുതലും ചിലപ്പോൾ അടിച്ചു തരും എന്നുള്ള. അപ്പോൾ അത് അള്ളാഹു തന്ന ഓഫറാണ്. മനസ്സിലായില്ലേ? പടച്ചവൻ തന്ന ഓഫറാണ്. അപ്പോൾ 1-ന് 700 പടച്ചവനെടുക്കലുള്ള കണക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, അത് അറിയുന്ന ആൾക്കാർ. പിന്നെ അടുത്തത് പൈസയുടെ ഒരു വലിവ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ്, സംഘടനാ പ്രവർത്തകർക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ? സംഘടനാ ആളുകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ? ഈഗോ. അത് വേണം. അതെല്ലാരും പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. ചിലടത്ത് പറയും എന്ത്, ചില ആൾക്കാരിപ്പോ പള്ളി വെക്കാനൊക്കെ തീരുമാനിച്ചാൽ എന്തെടുക്കാന്നറിയോ? പണ്ടൊരാൾ പറഞ്ഞ പോലെ നമ്മുടെ പള്ളിക്ക് 50 ലക്ഷം രൂപ ആവശ്യമുണ്ട്, നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. പക്ഷേ അള്ളാഹ് വിചാരിച്ചാൽ ചിലപ്പോൾ ഞാൻ ഒറ്റക്കങ്ങ് നടത്തി കളയും. എന്നോട് മൂപ്പര് പോക്കറ്റിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്തു, ഓണം ബമ്പർ. 1 കോടി രൂപ ഓണം ബമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതടിച്ചാൽ 50 ലക്ഷം പള്ളിക്ക്. അപ്പോൾ ആരുടെയും പിരിവ് വേണ്ട. അങ്ങനെ ആകരുത്. നേരെ മറിച്ച് പള്ളി എന്നൊക്കെ പറഞ്ഞാൽ പൊതുകാര്യം എപ്പോഴും എന്തെടുക്കുക? എല്ലാവരും കൂടെ ഒറ്റക്ക് നടത്തേണ്ട. അതെല്ലാവരും കൂടെ സഹകരിച്ച് നടന്നത്. നബി മദീനത്ത് പള്ളി വെച്ച് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പള്ളി വെച്ച്. മൈസ്തരി പോലും വിളിച്ചില്ല. എന്നുവെച്ചാൽ എല്ലാവരും കല്ല് ചുമന്ന് അവർ തന്നെ പണിയെടുത്ത് അവർ തന്നെ കെട്ടിപ്പൊക്കിയ പള്ളിയാണ് മദീനത്തെ പള്ളി. മനസ്സിലായോ? അപ്പോൾ കൂട്ടമായി എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹകരിപ്പിക്കണം എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ട്. സംഘടന എന്ന് പറയുമ്പോൾ തന്നെ അതാണ്, സംഘടിച്ച് ചെയ്യുക എന്നുള്ളതാണ് സംഘടന എന്ന് പറയുന്നത്. അല്ലാതെ അപ്പനാപ്പന ചെയ്യലല്ല.
മനസ്സിലായോ? മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം ഓരോരുത്തരും പോയി പള്ളി വെച്ച് ഞാൻ തന്നെ എന്റെ പള്ളി അങ്ങനെ ആയി പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. എല്ലാവരും കൂടെ സഹകരിക്കണം എല്ലാ നന്മകളിലും. അപ്പോ ഈഗോ അല്ലല്ലോ അത്. ഈഗോ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഈഗോ എന്ന് വെച്ചാല് ഒരാൾക്ക് സെൽഫ് അടിക്കണല്ലേ, അതല്ലേ ഈഗോ. അപ്പൊ പിന്നെ അടുത്തത് ഈഗോ പലതരം. ഒരു മാനിയുടെ ഇപ്പൊ ഒരു വലിയ ലിസ്റ്റ് തന്നെ ആയിരിക്കണം. ഓരോരുത്തർക്ക് വരുന്ന മാനിയകളാണ് ഇതൊക്കെ, പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ് ആ ആ അത് വലിയ കഷ്ടമാണ്. ഈ ഇഷ്ടം വരുന്നതിന് വലിയ കഷ്ടമാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് അള്ളാഹു നമുക്ക് തന്നെ പരീക്ഷണമാണ്. നമുക്ക് വേറെ ഒരു പരീക്ഷണം ഇല്ല. അബൂജഹലുണ്ടോ നമ്മുടെ നാട്ടില്? നമ്മളെ തല്ലാനും വഴക്കുറയാനും ഇടിക്കാനൊക്കെ അബൂജഹൽ ഉണ്ടാവും. പള്ളിയിലുണ്ടോ? നമ്മുടെ പള്ളി അബൂജഹൽ വരുമോ? മക്കത്തെ പള്ളിയിലുണ്ട് അബൂജഹല്. നബി കഅബാലയത്തിൽ എടുക്ക് നിസ്കരിക്കാൻ വരുമ്പോ അടിക്കാൻ ആരുണ്ട്? ബിലാൽ വരുമ്പോ അടിക്കാൻ ആരുണ്ട്? അമ്മാർ വരുമ്പോ അടിക്കാൻ ആരുണ്ട്? ഉമ്മയ്യത്ത് വരുമ്പോ അടിക്കാൻ പിന്നെ സുമയ്യ പിന്നെ യാസർ റളിയല്ലാഹു അൻഹു വരുമ്പോ അടിക്കാൻ ആരുണ്ട്? അപ്പൊ നമുക്ക് അള്ളാഹു വെച്ച ഏർപ്പാടെന്ന് വെച്ചാല് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനിടയിൽ ഒരു പരീക്ഷണം തരും. അത് നിർത്തലാക്കാൻ പറ്റേയില്ല. നബി 3 ദുആ നടത്തി അള്ളാഹുവിനോട്, ഉമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി 3 ദുആ നടത്തി. അള്ളാഹു 2 കബൂലാക്കി, 1 റിജക്റ്റ് ചെയ്തു, 1 സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ 2 ഹാസിലാക്കി, 1 ക്യാൻസലാക്കി. ഏതായി ക്യാൻസലാക്കിയത്? നബി ഒരു ദുആ നടത്തി. കുറച്ചു മുൻകാല സമൂഹം 72, 73 ഒക്കെ 71 വിഭാഗങ്ങളൊക്കെ ഭിന്നിച്ചു പോയി. നസാറാക്കളും യഹൂദികളൊക്കെ അവര് തമ്മിൽ പ്രശ്നമായി. എന്റെ ഉമ്മത്തിന് ആ ഒരു അവസ്ഥ അള്ളാഹ് നീ ഉണ്ടാക്കരുതേ, ഇത് ലോകാവസാനം വരെ ഇങ്ങനൊരു ഒറ്റ ഉമ്മത്തായി പോകണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ ദുആ നടത്തിയപ്പോ അള്ളാഹ് എന്തെടുത്തു? അത് പഠിച്ച നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ടാണോ? ആണോ? നമ്മളെവിടെ എപ്പോഴാ പരീക്ഷിക്കപ്പെടുന്നത്? എപ്പോഴാ പരീക്ഷിക്കപ്പെടുന്നത്? ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അവിടെ നമ്മുടെ ആദർശവും നമ്മുടെ പ്രശ്നവും നമ്മുടെ ബുദ്ധിമുട്ടും ഖുർആൻ പറഞ്ഞു വെച്ചാൽ അതൊരു അദാബ് പോലെ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. അദാബ് പോലെ ഈ ഷിയത്ത് കക്ഷികളായി വരിക എന്നുള്ളത് അദാബ്, അല്ലാഹു തരുന്ന അദാബാണ്. അപ്പൊ ആ അദാബിൽ അല്ലെങ്കിൽ ആ ശിക്ഷയിൽ, ആ ഒരു പരീക്ഷണത്തിൽ കരകയറുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, ഖുർആൻ പറയാണ് നിങ്ങൾ തെറി പറയും. പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ വന്ന് നമ്മൾ തെറി പറഞ്ഞു പോയാൽ സങ്കടം ഉണ്ടാവും. നമ്മളൊരു ഒന്നിച്ചു പോയി ചാവിടിച്ച്, ഒന്നിച്ചു പോയി നിസ്കരിച്ച്, ഒന്നിച്ചു പോയി വന്ന ആളുകൾ അവര് നമ്മൾ ചീത്ത വിളിച്ചാലോ, ആക്ഷേപിച്ചാലോ, അപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവാം. അപ്പൊ സ്വാഭാവികമായും അത്തരം പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കല്ല, ഉത്തമരിൽ ഉത്തമരായ കുന്തും ഖൈറ ഉമ്മ എന്ന് ഖുർആൻ പറഞ്ഞ സ്വഹാബത്തിന് അള്ളാഹു കൊടുത്തത്. സ്വഹാബികൾക്ക് പോലും അള്ളാഹു ആ ഒരു പരീക്ഷണം കൊടുത്തു. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണോ? അപ്പോ എല്ലാവരും ഉണ്ടാവും. പ്രവാചകന്റെ പള്ളിയുടെ പ്രത്യേകത എന്നതാ, നബിയുടെ പള്ളിയുടെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹി. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പള്ളി കാക്കനാട് പള്ളിയിലേ ഉള്ളൂ ഇതൊക്കെ. അല്ല, നബിയുടെ പള്ളിയിൽ നബിയുടെ പുറകിൽ നിസ്കരിച്ച ആളുകൾ അവർ തന്നെ അപ്പുറത്ത് പോയിട്ട് എന്തെടുക്കുക? റോമക്കാരുമായിട്ട് സഖ്യം ഉണ്ടാക്കി മുഹമ്മദ് നബി അടിക്കാനുള്ള പണി ഉണ്ടാക്കുക. ആര്? നബിയുടെ പള്ളി നിസ്കരിച്ച ആൾക്കാർ യുദ്ധത്തിന് ഇങ്ങനെ പോകും എല്ലാവരും ഒന്നിച്ച്. എന്നിട്ട് അതിനെ മൂർധനിൽ ആ എന്റെ തറമോ ആങ്കി സലാമലേക്ക് ഇവരിങ്ങോട്ട് പോകും. ഒരു സംഘം, വലിയൊരു പട. എവിടെ പോയതാ? യുദ്ധത്തിന് പോയതാ. അവിടെ റസൂലുള്ളാഹിയുടെ അടുക്കൽ തിരിച്ചിങ്ങോട്ട് പോരുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിസന്ധിയിലാവുക. മാത്രമല്ല ഖുർആനിൽ ഒരു ആയത്തിലെന്താ? ലാഖ്റുജന്ന മിൻഹുൽ അദൽ അല്ലേ? അങ്ങനെ പറഞ്ഞ ലൈഖ്റുജുന്നൽ അഅസ്സു മിൻഹൽ അദല്ല. മദീനയിൽ നിന്ന് പുറത്താക്കും. ആരെ? അവിടെ വന്ന് കുടിയേറിയ കുറെ കാക്കാമാരുണ്ട്, മക്കത്തുനിന്ന് വന്ന് കയറിയ കുറെ കാക്കാമാരുണ്ട്. അവരെ ഞങ്ങള് നാട്ടുകാരായ പ്രധാനികളായ അവിടുത്തെ അസീസുമാരായ ആളുകൾ ഈ വന്നു കയറിയവന്മാരെ മുഴുവൻ പുറത്താക്കും. ഇത് പറഞ്ഞാരാ? ഇതാരാ പറഞ്ഞത്? നബിയുടെ പുറകെ നിസ്കരിച്ച ആള്. നബിയുടെ പള്ളി റസൂലുള്ളാഹിയുടെ പുറകെ നിസ്കരിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലാണ് പറയുന്നത് ഇവരെ നമ്മൾ പുറത്താക്കും. ആരെ? ഈ വന്നു കയറിയവന്മാരെയൊക്കെ നമ്മൾ പുറത്താക്കും. പറഞ്ഞത് മുസ്ലിങ്ങളല്ല. ആരാ പറഞ്ഞത്? അള്ളാഹ് മറുപടി വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇവൻ അസീസൊന്നുമല്ല, ഇവൻ പ്രതാപിയൊന്നുമല്ല. പ്രതാപി ആരാ? അള്ളയും റസൂലും വിശ്വാസികളുമാണ്.
ഭിന്നിപ്പുണ്ടാവും. അതെപ്പോഴും അതിനെ നേരിടുക എന്നുള്ളത്, കക്ഷിത്വത്തെ നേരിടുക എന്നുള്ളത് ടാസ്ക്കാണ്. മുസ്ലിം ഉമ്മത്തിനുള്ള എല്ലാ ഇജ്ജത്തും ഉണ്ടായത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയും, അത് ഉത്തരവില്ലേ? മുസ്ലിങ്ങൾക്കുണ്ടായ എല്ലാ ഇജ്ജത്തും എന്തുകൊണ്ടുണ്ടായ ഇജ്ജത്താണ്? പറയ്. മുസ്ലിങ്ങൾക്കുണ്ടായ എല്ലാ ഇജ്ജത്തും എന്തുകൊണ്ടുണ്ടായ ഇജ്ജത്താണ്? ഗ്രൂപ്പിസം കൊണ്ടുണ്ടായ ഇജ്ജത്ത, ഭിന്നിച്ചുണ്ടായ ഇജ്ജത്ത. ഖുർആൻ കഴിഞ്ഞാൽ അസഹുൽ കുത്തുബ്, ഏറ്റവും വലിയ കിതാബ് എന്നറിയപ്പെടുന്ന കിതാബാണ് ആര്? എന്ത്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹിയായ കിതാബാണ് ഇത്? സഹീഹുൽ ബുഖാരിയുടെ, ഇമാം ബുഖാരിയുടെ സ്വഹീഹ്. ഇമാം ബുഖാരി സ്വഹീഹ് എങ്ങനെ ഉണ്ടാക്കിയത് അറിയോ? എന്തിനാ ഉണ്ടാക്കിയത്? സഹീഹുൽ ബുഖാരി? പറയും, നിങ്ങൾ പറയും. ഞാൻ കുറച്ച് പ്രസംഗിക്കാന്ന് വിചാരിച്ചിട്ടാണ്, ഞാൻ കുറെ പ്രസംഗിച്ചിട്ടായി പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇമാം ബുഖാരി സ്വഹീഹ് ഉണ്ടാക്കിയത്? ഹദീസുകൾ ക്രോഡീകരിക്കുക എന്നല്ലേ? അല്ല, ഹദീസുകൾ ക്രോഡീകരിക്കാനല്ല ഇമാം ബുഖാരി സ്വഹീഹ് ഉണ്ടാക്കിയത്. നേരെ മറിച്ച് അക്കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഈ പിഴച്ച കക്ഷികൾക്ക് മറുപടി പറയാൻ ഉണ്ടാക്കിയ കിതാബിന്റെ പേരാണെന്ത്? സഹീഹുൽ ബുഖാരി. അങ്ങനെ കിതാബുൽ ഈമാൻ മുതൽ, കിതാബു തഫ്സീർ മുതൽ, കിതാബു സ്വലാം മുതൽ ഓരോ അധ്യായങ്ങളും അതത് കാലഘട്ടത്തിൽ വന്ന ഈ പിഴച്ച കക്ഷികൾക്ക് മറുപടിയായി ഇമാം ബുഖാരി എഴുതിയ മറുപടി ഗ്രന്ഥമാണെന്ത്? സഹീഹുൽ ബുഖാരി. അപ്പൊ കക്ഷിത്വം കൊണ്ട് ഹൈർ കിട്ടിയോ ഷർ കിട്ടിയോ? ഹൈർ കിട്ടി. പോട്ടെ, ബുഖാരി അവിടെ ഇരിക്കട്ടെ, അമാനി മൗലവി. നമ്മൾ ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കേണ്ട കിതാബാണ് എന്ത്? അമാനി മൗലവിയുടെ തഫ്സീർ. എന്തേ അമാനി മൗലവിക്ക് തഫ്സീർ എഴുതാൻ തോന്നിയത്? കൗമൊന്ന് ഖുർആൻ പഠിച്ചോട്ടെ, നമുക്കിന്ന് മലയാളത്തിൽ എഴുതി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണോ അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതിയത്? ആണോ? അല്ല. CN അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ആള് വന്നു, അയാൾ ഖുർആൻ പരിഭാഷ എഴുതി, അതിൽ കുറെ വിദണ്ഡവാദങ്ങൾ ഇടിച്ചു കയറ്റി കക്ഷിത്വം ഉണ്ടാക്കി. അതിന് മറുപടി എഴുതിയാണ് എന്ത്? അമാനിയുടെ തഫ്സീർ. അപ്പൊ കക്ഷിത്വം കൊണ്ട് ഹൈറോ ഷറോ ഉണ്ടായത്? പറയും. നമുക്ക് അപ്പോൾ ചെറിയ പ്രയാസമൊക്കെ തോന്നും. നമ്മൾ ഒരുമിച്ച് പോയ ആൾക്കാർ പെട്ടെന്ന് കുറെ ആൾക്കാർ അടുത്ത ബോഗി കയറി ചാടിപ്പോണു, ഇങ്ങോട്ട് പോകണു, അങ്ങനെ കുറെ പ്രതിസന്ധിക്ക് നമുക്കുണ്ടാവും. പക്ഷെ അള്ളാഹു അത് ഹൈറാക്കി മാറ്റും. അതാണ് അള്ളാഹു റഹ്മാനാണ് റഹീമാണെന്ന് പറയണേ. ഏതു പ്രതിസന്ധി അള്ളാഹു മറിച്ച് ഹൈറാക്കി തരും. വിശ്വാസികൾക്ക് അത് ഹൈറായിട്ട് പരിണമിച്ചു വരും. അപ്പൊ കക്ഷിത്വം ഉണ്ട്, അത് റിയാലിറ്റിയാണ്. അത് നമ്മൾ മായ്ച്ചാൽ മായൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ട് പോലും അള്ളാഹു അത് കബൂലാക്കിയിട്ടില്ല. അതുണ്ടായാലേ നമ്മൾ പരീക്ഷിക്കപ്പെടുള്ളൂ. അതുണ്ടാവും. പിന്നെ എന്താ പറയാൻ പേടിയുണ്ടോ? ചിലർക്ക് പിന്നെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഇപ്പം ഞാൻ കണ്ടിപ്പോഴത്തെ ഏറ്റവും വലിയ പരീക്ഷണം വെച്ചാൽ ഫോട്ടോമാനിയ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളല്ലേ ഉള്ളൂ, പുറത്തുനിന്നാരും ഇല്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫോട്ടോമാനിയ എന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു തരം എന്താ പറയുക, ഫോട്ടോമാനിയെ ബാധിക്കും. ഇവിടെ ഇപ്പോൾ ഉണ്ടോ? ഇവിടെ പ്രസിഡൊക്കെ ഒഴിഞ്ഞിറങ്ങുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും വന്നിരിക്കുമോ? ആവശ്യമില്ല. എന്നാൽ ഒരു ഉദ്ഘാടനമാണ് ഇവിടെങ്കിൽ നമുക്കറിയാം, പ്രത്യേകം ഒരു സംഘം പ്രത്യേകമായിട്ട് ഇവിടെ വന്നിരിക്കും. ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞ് പിന്നെ അവരെ കാണില്ല. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഈ ഉദ്ഘാടനത്തിന് വന്ന് വളരെ നേരത്തെ എത്തി പഞ്ചിങ് കൃത്യമായ ടൈമിന് വന്ന് ആ ഫോട്ടോയുടെ ക്ലിക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവൻ വാച്ചിലേക്ക് പോയിട്ട് അർജന്റ് ഒരു മീറ്റിംഗ് ഉണ്ട്, എവിടെയാ? അടുത്ത ചായക്കടയിലാ. മനസ്സിലായ? ആവശ്യം കഴിഞ്ഞു. ഫോട്ടോമാനിയ. അതിനു വേണ്ടി മാത്രം എന്തൊക്കെ ഒരു സദസ്സിൽ പങ്കെടുക്കുക, അതിനു വേണ്ടി മാത്രം ഒരുങ്ങി വന്നിരിക്കുക. ശരിയാണോ? ആണോ? ഇല്ലേ? ഈ നാട്ടിലില്ലേ? ഞാൻ സ്ഥിരം കാണാറുണ്ട്. സംഘാടകർക്ക് വരുന്ന ഇഖ്ലാസിൽ വരുന്നൊരു തകരാറാണത്. നമ്മുടെ വാർത്തകളും പത്രത്തിൽ കൊടുക്കരുതെന്നല്ല ഈ പറഞ്ഞത്, അത് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു സംഘടിച്ചാൽ അതിന് മിനിറ്റ്സ് ബുക്ക് ഉണ്ടാകണം, രേഖ ഉണ്ടാക്കണം, പത്രങ്ങൾ കൊടുക്കണം. നമ്മൾ കൂടി നാട്ടുകാരൊക്കെ അല്ല, രഹസ്യങ്ങൾ നടത്തിയിട്ട് പോകാനും പാടില്ല. പക്ഷെ അത് ഒരു മാനിയായി നമ്മുടെ ആളുകൾക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇഖ്ലാസിൽ, നമ്മുടെ നെയ്യത്തിൽ എന്തുവരും? തകരാറ്.
വേറൊന്ന് പറ. ഇപ്പോൾ നേതാക്കൾക്ക് ബാധിക്കുന്ന ഒരു വേറൊരു രോഗമുണ്ട്. നേതാക്കൾക്ക് ബാധിക്കുന്ന വേറൊരു രോഗമുണ്ട്. അതെന്താ? ഏ ഏ ഏ അതുണ്ട്. അതുമാത്രമല്ല, ഈ പറയൽ തന്നെ എന്താണെന്നറിയോ, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട മാന്യം എന്ന് വെച്ചാൽ മീഡിയ മാനിയ, ലൈം ലൈറ്റിൽ കയറാനുള്ളൊരു തിടുക്കം. ഇത് ഖുർആൻ കൃത്യമായി വിലക്കിയ സംഗതിയാണ്. കാര്യത്തിൽ ഒരു ഇഷ്യൂ ഇങ്ങോട്ട് വരുമ്പോൾ ചാടി എന്തെടുക്കുക, കയറി അഭിപ്രായം പറഞ്ഞ് മീഡിയകളിൽ തിളങ്ങി നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കും? രാഷ്ട്രീയക്കാരനത് ആവശ്യമാണ്. നമുക്കത് അവധാനതയോടെയല്ലാതെ ഒരു കാര്യത്തിലും സംസാരിക്കരുത്. അതുവഴി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഒരു മീഡിയ മാനിയക്കാരൻ ചാടി ഇറങ്ങി. ഏതാ ലാസ്റ്റ് വന്നത്? നിമിഷ. മനസ്സിലായോ? എന്നുവെച്ചാല് വലിയൊരു അപരാധം അങ്ങ് അവിടെ നടന്നു. വലിയൊരു ക്രൂരകൃത്യം. അവിടുന്ന് രക്ഷകനായി. ആരാണ്? അതേ ഒരു പിന്നെ നന്മമരമായി എന്തെടുക്കാൻ പോവാണ്? രക്ഷപ്പെടുത്താൻ പോവാണ്. ശരിക്കും അത് ഉണ്ടാക്കിയ ദുരന്തവും അതുപോലെ തന്നെ അത് കൊടുത്ത സന്ദേശവും വളരെ വൈകൃതമാണ്. സമൂഹത്തിൽ വളരെ വൈകൃതമായൊരു സന്ദേശമാണ് നൽകിയത്. എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഒരു നിയമത്തെ കവർ ചെയ്യാൻ വേണ്ടി, ദീനിന്റെ ഒരു നിയമത്തെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എന്തെടുക്കുക? പല ആളുകളും പറഞ്ഞെന്താ, മതേതര കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്ത് പ്രൗഢമായൊരു ഇടപെടൽ എന്നൊക്കെ പല ആളുകൾ അഭിനന്ദനമൊക്കെ പറയുന്നു. പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ ആദ്യം വിലക്കിയ സംഗതിയാണ്. ഒരു കോർട്ടിൽ നിന്ന്, ഇസ്ലാമിക കോടതിയിൽ നിന്നൊരു ഹദ്, അത് അള്ളാഹ് വിധിച്ചൊരു വിധി പറഞ്ഞാൽ പിന്നെന്തില്ല? നോ റെക്കമെൻഡ്. സ്വീകരിക്കാൻ പാടില്ല, റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. മഖ്സൂമിയ ഗോത്രത്തിലെ ഒരു പെണ്ണ് കട്ടു. കോടതി വന്നു, വിചാരണ നടത്തി. കളവ് അവരുടെ ഒരു ഹോബിയാണ്, ഹാബിറ്റാണ്. അപ്പോൾ സ്വാഭാവികമായി അത് കോടതി വിചാരണ ചെയ്ത് തക്കതായ ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കളവ് മറ്റുള്ളവർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന് കണ്ടപ്പോൾ കൈമുറിക്കാൻ തീരുമാനിച്ചു നബി. ഇസ്ലാമിക കോർട്ട് വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് പ്രശ്നമായി. കാരണം മഖ്സൂമിയ എന്ന് വെച്ചാൽ ഖുറൈശികളുടെ വലിയ തറവാടി ഗോത്രത്തിൽ അറിയപ്പെട്ടൊരു ജനവിഭാഗമാണ് മഖ്സൂമിയക്കാർ. അവിടെ നിന്നൊരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആ ഗോത്രത്തിന്, ആ നാടിനും ആ ജനതക്കും ഒരു അപമാനം എന്ന് മനസ്സിലാക്കി അവർ ചോദിച്ചത് ആരാണ് നബിയോട് റെക്കമെൻഡ് ചെയ്യുന്ന, ശുപാർശ പറയുക. അവരിങ്ങനെ ആളുകളെ നറുക്കിട്ട് നോക്കിയപ്പോൾ കിട്ടിയത് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയാണ് കിട്ടിയത്. ഉസാമ റളിയല്ലാഹു അൻഹുവിനെയാണ് കിട്ടിയത്. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ നബി കേൾക്കും, അനുസരിക്കും. കാര്യം ഉസാമയുടെ ഉപ്പ അത്രയും നബിയുമായി അടുത്ത ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ സ്വഹാബിയാണ് സെയ്ദ് എന്നവർ. അവരുടെ മകനാണ് ഉസാമ. അപ്പോൾ റസൂലുള്ളാഹിയുടെ ഹിബ്ബാണ്. മാത്രമല്ല ഹിബ്ബ് ബിൻ ഹിബ്ബാണ്, എന്നുവെച്ചാൽ പ്രവാചകന് പ്രിയപ്പെട്ട ആളുടെ പ്രിയപ്പെട്ട മോനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അതായത് റസൂൽ വഫാത്താൻ നേരത്തും യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിട്ട ആ കമാൻഡറായി തന്നെ നിയമിച്ചത് ഉസാമ റളിയല്ലാഹു അൻഹുവിനെയാണ്, ആ സംഘത്തിന്. അത്രയും പ്രവാചകന് പ്രിയപ്പെട്ട ഉസാമ പോയി പറഞ്ഞാൽ നബി ചിലപ്പോൾ അനുസരിച്ചേക്കാം. ആ ശുപാർശ, ഉസാമയുടെ ശുപാർശ നബി തട്ടൂല എന്ന് വിചാരിച്ച ഖുറൈശികൾ ഉസാമയെ ചട്ടം കെട്ടി നബിയുടെ അടുക്കിലേക്ക് വിട്ടു. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? അതശ്ഫഉ ഫി ഹുദൂദില്ലാ, അള്ളാഹു വെച്ച അള്ളാഹുവിന്റെ വിധിയിൽ നീ ശുപാർശ പറയാമെന്നാണോ? അള്ളാഹു നടത്തണമെന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നീ ശുപാർശ പറയാൻ വന്നതാണോ? എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ എഴുന്നേറ്റ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ മുൻഗാമികൾ തുലഞ്ഞു പോയത് ഈ ഒരു സ്വഭാവം കൊണ്ടാണ്. എന്നിട്ട് പ്രവാചകൻ അത് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞെന്താ? എന്റെ കരടിന്റെ കഷ്ണമായ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ലഖതഅതു യദഹ, എന്റെ മകളാന്ന് പരിഗണന ആർക്കുണ്ടാവില്ല? ആർക്കുണ്ടാവില്ല? എന്റെ മോക്കുണ്ടാവൂല. എന്റെ മോക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വരില്ല. ഇത് കൃത്യമായി പഠിപ്പിച്ചൊരു സംഗതി. അതിൽ വലിയൊരു വാർത്താ പ്രാധാന്യം കണ്ടപ്പോൾ ചാടി ഇറങ്ങാണ്. ആര്? ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാല്. വെള്ളാപ്പള്ളി ഉണ്ടാക്കണ SNDPക്ക് ഏറ്റവും അധികം ഉപദ്രവം ചെയ്യണ ആരാ? വെള്ളാപ്പള്ളിയാണ്. ഇതുപോലെ നമ്മുടെ നാട്ടില് വെള്ളാപ്പള്ളിമാര് രംഗത്തേക്ക് ചാടി ഇറങ്ങാം, ലൈമിലേക്ക് ചാടി ഇറങ്ങാണ്. ഒരു വിഷയം കിട്ടി അപ്പം ചാടി ഇറങ്ങാണ്. അതിന് മുമ്പ് സൂമ്പ ഏത് നടപടിയും സ്വീകരിക്കുന്നതാണ്. ഫസ്റ്റ് നടപടി എഴുതി പേപ്പർ എടുത്ത് സസ്പെൻഷന് കൈ കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? അയ്യോ വേണ്ടതാ. എല്ലാ കാര്യത്തിനുണ്ടോ? സൂമ്പ അല്ലെങ്കിൽ അത്തരം പൊതു പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ചു നിന്നിട്ട് എതിർക്കേണ്ട സംഗതിയാണ്.
എല്ലാവരും ഒന്നിച്ചു കൂടിയാലോചിച്ച് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി അറിയുമ്പോൾ അത് മുസ്ലിം ഉമ്മത്തിന്റെ പൊതു പ്രശ്നങ്ങളാണ്. ആ പൊതു പ്രശ്നങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് കൈകാര്യം ചെയ്യണം. പക്ഷേ ഇതിവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ നേതാക്കൾക്കുണ്ടാകുന്ന ഈ മീഡിയ മാനിയ എന്ന് തന്നെ വേണേൽ പറയാം, ഇതുകൊണ്ട് ചാടി ഇറങ്ങി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അടിസ്ഥാനപരമായി രണ്ടു കാര്യങ്ങളില്ലെങ്കിൽ, രണ്ടു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസ്വലി നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചത് നമ്മുടെ അമലിന് ഒരു പ്രതിഫലം ഉണ്ടാവില്ല. നമുക്ക് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല, ഒരു പ്രതിഫലം ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് പ്രവർത്തിക്കാം, പക്ഷെ അതിന് പ്രതിഫലനം ഉണ്ടാക്കാൻ ഒറ്റൊരാൾക്ക് കഴിയും. ആർക്ക്? അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം പരിഗണിക്കുന്ന ഒരു 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 കർമ്മമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത് വേണ്ടത് ഇഖ്ലാസാണ്, രണ്ട് ഇത്തിബാ. ഇത് രണ്ടും ഇല്ലാത്തത് അള്ളാഹുവിന്റെ അടുക്കൽ റിജക്റ്റഡാണ്, സ്വീകാര്യമല്ല. ഒന്ന് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ മാത്രമാക്കണം. അള്ളാഹുവിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അള്ളാഹു ത്വയ്യിബാണ്, പരമപരിശുദ്ധനാണ്. ത്വയ്യിബായതേ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ തഹിയ്യത്തിൽ എന്ത് പറയണത്? അത്തഹിയ്യാത്തു പറ, അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹി. മനസ്സിലായോ? അപ്പോൾ എല്ലാ തിരുമുൽ കാഴ്ചകളും ത്വയ്യിബാത്തുകളും സലവാത്തുകളും മുബാറക്കാത്തുകളും അള്ളാഹുവെ അനുഗ്രഹീതമായതൊക്കെയാണ് ഞാൻ നിന്നെ മുന്നിൽ വെക്കുന്നത്. നമുക്കൊരു തെറ്റിദ്ധാരണ, നമ്മളിപ്പോൾ രണ്ടരക്കാത്ത് നിസ്കരിച്ചാലൊക്കെ ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് കൊടുക്കുക. ശ്രദ്ധയില്ലേ? പെട്ടെന്ന് ഒരു രണ്ടരക്കാത്തൊക്കെ നിസ്കരിച്ച് ഇട്ടെറി. എവിടെ എറിയണത്? ആർക്ക് വേണം നിന്റെ ഇത്? ചില ആൾക്കാരെ കണ്ടില്ലേ, ഇങ്ങനെ പോണ വഴിക്ക് ചാറത്തിലേക്ക് കാണിച്ചിട്ട് തൊട്ടെടുത്ത ഒറ്റ എറിയാണ്. എങ്ങോട്ട്? ആർക്കിട്ടാ എറിയണത്? എങ്ങോട്ടേ എറിയണത്? അത് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന്. അള്ളാഹു ഇങ്ങനെയല്ല നമ്മൾ ഈ കൊടുക്കണ. ഇപ്പൊ പണ്ട് നമ്മുടെ നാട്ടിൽ വെള്ളം പൊങ്ങിയല്ലോ ആലുവയിൽ. അപ്പം ഞാൻ ചന്ദ്രനുണ്ട്. അപ്പൊ ജുമാക്കാൻ പറഞ്ഞു ആളുകളെല്ലാം സഹകരിക്കണം, സംഘടിക്കണം. അപ്പൊ എന്ന് വെച്ചാല് എല്ലാവരും അവരവരെ കഴിയണം, എന്തോ ആയിക്കോട്ടെ, തുണിയാകട്ടെ, ബ്രെഡാകട്ടെ, ചൂലാകട്ടെ, കൊട്ടയാകട്ടെ, എന്തും കൊണ്ടുവരാമോ. നോക്കും വൈകുന്നേരം ആകുമ്പോൾ ബണ്ടില് കണക്കിന് ഡ്രസ്സും കുപ്പായൊക്കെ വന്നിട്ട് അവിടുത്തെ ഗോഡെന്ന് പറഞ്ഞു. അതാണ് നോക്കിയപ്പോ എന്താ സംഗതി എന്നറിയാം, തലയുടെ ഉള്ളിൽ കയറ്റി വെച്ച കുപ്പായം വരുന്നെടുത്തിട്ടുണ്ട്. ഇത് എവിടെ കളയണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴെന്ത് കിട്ടി? നമുക്ക് വെള്ളം പൊങ്ങിയത്. ഒരു ലോഡ് സാധനം നമുക്ക് കൊണ്ടുപോയി റിജക്ട് ചെയ്യണമെന്ന്. കാരണം വെച്ചാൽ ആരും ഇട്ട് കീറിയ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തള്ളിത്തരികയാണ്. അപ്പൊ നമ്മുടെ വിചാരം ഇതിങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാരി നമുക്കില്ല, വേണ്ടാത്തൊക്കെ അങ്ങോട്ട് കൊടുക്കുക എന്നാ. അല്ല, വേണ്ടാത്തത് കൊടുക്കലല്ല. മദീനത്തേക്ക് 3 സംഘം വന്നു. മദീനത്ത് 3 സംഘം എന്ന് വെച്ചാൽ വലിയ കച്ചവട സംഘം. അപ്പൊ എന്ന് വെച്ചാൽ ആ സമയം എന്ന് വെച്ചാൽ വളരെയധികം പരിക്കമായ, അഥവാ ആളുകൾക്ക് പഞ്ഞമാസം എന്ന് പറയാൻ കഴിയും. ഒരു ലോഡും വരുന്നില്ല, ഒരു കച്ചവടവും ഇല്ല, ലോഡിങ്ങും ഇല്ല, ആർക്കും പൈസ ഇല്ല. ആകെ താപാനായി കുത്തുവാള എടുത്തിരിക്കുന്ന സമയത്താണ് 3 ലോഡ് വരുന്നത്. ആർക്ക്? മദീനത്തേക്ക്. ആരുടെ ലോഡാ വന്നത്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ലോഡാ വന്നത്. അപ്പൊ ആ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പീക്ക് ടൈമാണ്. ഇപ്പൊ എറിഞ്ഞാല് 3 ഇരട്ടി അങ്ങോട്ട് വരാൻ പോണത്. കാരണം വെച്ചാല് ലോഡ് എടുക്കാൻ ആളുകൾ വന്ന് ക്യൂ നിൽക്കുകയാണ്. പറയുന്നതിന്റെ 2 ഇരട്ടി വില, നിങ്ങൾ ചോദിക്കുന്നതിന്റെ 2 ഇരട്ടി വില തരാം എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ അവിടുത്തെ റീറ്റെയിൽ ഹോൾസെയിൽ ടീമൊക്കെ വന്ന് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ പറയണിട്ട് 1 ഇരട്ടി. അപ്പൊ മറ്റേ ആൾ പറഞ്ഞു 2 ഇരട്ടി ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ മറുപടി ഉണ്ട്. എന്താ? അത് വിറ്റുപോയി. നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ 700 ഇരട്ടിക്കാൻ വിറ്റത് എന്ന് പറഞ്ഞു. 700 ഇരട്ടിക്കാൻ വിറ്റ് തരാൻ പറ്റുമോ? അത് പറ്റൂല എന്നാ. അപ്പൊ ഇക്കോളം പറഞ്ഞു. എന്നിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഇത് ആർക്കുള്ളതാണ്? ഈ നാട്ടിലെ മനുഷ്യർക്കുള്ളതാണ്, എല്ലാവർക്കും കൊണ്ടുപോകാം. ഇതാണ് ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാല് മൂല്യവത്തായത്, വേണ്ടാത്തത് മിച്ചം വന്നത് എറിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ കളയാൻ വെച്ച് എടുത്തു കൊടുക്കല്ല. നേരെ മറിച്ച് ഏറ്റവും മൂല്യവത്തായത് നൽകുക. ത്വയ്യിബാത്ത് അത് വേണം അല്ലാഹുവിന്. അത് റബ്ബ് നോക്കൂ. ഞാൻ വെച്ചാൽ, ഒരു സുജൂദ് വെച്ചാൽ, ഒരു റുക്കൂ വെച്ചാൽ, ഒരു എഴുത്താൽ വെച്ചാൽ, ഒരു മീറ്റിംഗ് വെച്ചാൽ, ഒരു പ്രസംഗം വെച്ചാൽ, ഒരു ദഅവാ സ്കൂഡ് വെച്ചാൽ, അത് ത്വയ്യിബാണോ, പവിത്രമാണോ, ഇഖ്ലാസുള്ളതാണോ എന്ന് അല്ലാഹു നോക്കി
എന്നിട്ട് അള്ളാഹുവിനൊരു വിലയിടും. അതാ ഞാൻ പറഞ്ഞു നേരത്തെ 700 എന്ന് പറഞ്ഞില്ലേ, 700 നമ്മളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാ. അല്ല, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കണക്ക് കിട്ടണമല്ലോ അതിന്. പക്ഷെ അള്ളാഹുവിന്റെ ഖജാനയിൽ എന്തില്ല കണക്കില്ല. അള്ളാഹുവിന്റെ ഖജാനയിൽ കണക്കില്ല, നമ്മൾ പോലും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒരു സംഭവം. ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നമുക്കറിയാം. ചാലകത്ത് കുഞ്ഞഹമ്മദിന്റെ പ്രത്യേകത, വാഴക്കാട്ട് മദ്രസ ഉണ്ട്, അവിടെ ദറസുണ്ട്, അവിടെ ബോർഡും ഇത് ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ട് ഒരു തർത്തീബായ ഒരു സ്കൂള് പോലെ ഒരു അക്കാദമിക് ലെവലൊക്കെ ഒന്ന് ഉയർത്തി ഒരു മദ്രസ തുടങ്ങിയ ആളാണ് ആര്? ചാലകത്ത് കുഞ്ഞഹമ്മദ്. ഈ ചാലകത്തിന്റെ ശിഷ്യന്മാരാണ് MCC, അതുപോലെ MCC സഹോദരങ്ങള് KM മൗലവി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, EK മൗലവി. ഇവരൊക്കെ എവിടുത്തെ ശിഷ്യരാണ്? ഈ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാണ്. അതിന് ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മദ്രസയിൽ പഠിപ്പിച്ച ഒരു സംഘമൊക്കെ അക്കാദമി ഉയർന്നു വന്നു കഴിഞ്ഞപ്പോ അന്ന് അഴീക്കോട് എവിടെയാ? കൊടുങ്ങല്ലൂർ അഴീക്കോട് കുറച്ച് ആളുകൾ ചാലകത്തിന് കത്തെഴുതി, ഞങ്ങൾക്ക് ഒരാളെ കിട്ടണം. എന്തിന്? നമുക്ക് ഇവിടെ മദ്രസ തുടങ്ങാൻ, അവിടെ മദ്രസ ഉള്ള പോലെ ഇവിടെ മദ്രസ തുടങ്ങാൻ ഒരാളെ കിട്ടണം. അങ്ങനെയാണ് EK മൗലവി അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. എന്തിനു വരിക? മദ്രസ തുടങ്ങാൻ വേണ്ടി വന്നത്. അങ്ങനെ മദ്രസ തുടങ്ങാൻ വേണ്ടി വന്ന് EK മൗലവി വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഹാൽ വെച്ചാൽ 2 തരം ആളുകൾ, വളരെ കുറച്ച് ആളുകളുണ്ട്, ഇച്ചിരി ഉയർന്ന് ചിന്തിക്കുന്ന ആളുകൾ. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ EK മൗലവി പറയണെന്ന് വെച്ചാൽ പറങ്കിമാവ് അറിയോ? കശുമാവ്. ഇന്നലെ മലപ്പുറത്ത് മൂച്ചി എന്നാ പറയാ, മൂച്ചി എന്നാ പറയാ, പറങ്കിമാവ്, കശുമാവ്. അപ്പൊ ഇവരുടെ വാദം, ഈ അഴീക്കത്ത് അന്നത്തെ മുസ്ലിങ്ങളുടെ വാദം എന്താന്ന് വെച്ചാൽ ഈ കശുമാങ്ങ ആരുണ്ടാക്കിയതല്ല, പടച്ചോൻ പടച്ചതല്ല. കശുമാങ്ങ ആര് പടച്ചതല്ല? പടച്ചോൻ. അപ്പൊ EK മൗലവിക്ക് അത്ഭുതമായി, ഈ പടച്ചോൻ ഇതെന്താ ഇവരിങ്ങനെ പറയാം? പറങ്കിമാവ് അള്ള പടച്ചതല്ല. പറങ്കിമാവെന്ന് പറയാൻ കാര്യം പറങ്കികളുണ്ടെന്ന്. അത് വരുത്തനാണ് ആര്? ഈ വരുത്തനാണ് ആര്? ഇപ്പൊ നമ്മുടെ അറസാരൊക്കെ പറയും വരുത്തന്മാരൊക്കെ പോയിക്കോളാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കൊടുക്കേണ്ടി വരും. വരുത്തനാണെന്ത്? പറങ്കികൾ വന്നപ്പോ കൊണ്ടുവന്നാണെന്ത്? നമ്മുടെ ഈ പറങ്കിമാവ്, അതാണ് പറങ്കിമാവ് എന്നാണ് പേര് വന്നത്. ചൈനക്കാരുണ്ട് ചീനിവല അല്ലെ? ചൈനക്കാർ ചീനിച്ചട്ടി ആരുടെയാ? ചൈനക്കാരാണോ? പുട്ട് നമ്മുടെ ആണോ? നമ്മുടെ അല്ല. സാമ്പാർ, ഇഡ്ഡലി അല്ലേ? തമിഴ്നാടിന്റെയാണ്. നമ്മളാകെ നമുക്കുള്ളത് എന്താ പറയുക? നമ്മളാകെ കണ്ടുപിടിച്ചൊരു സാധനം ഉണ്ട്, നമുക്ക് പേറ്റന്റ് എടുക്കാൻ പറ്റിയ സാധനം. തേങ്ങ പുളിക്കട പാരയാണ് നമ്മൾ കണ്ടുപിടിച്ച്. നമ്മൾ കണ്ടുപിടിച്ച ബാക്കി ഒട്ടുമുക്കാലും പുറത്തുനിന്ന് വന്നതാ. മനസ്സിലാക്കണം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ പറങ്കിമാവ് അള്ളാന്റെ പടപ്പല്ല എന്നവർ പറയാൻ കാരണം EK മൗലവി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു വെച്ചാല് നമ്മുടെ നാട്ടിൽ നിന്നൊരു മാങ്ങ വാങ്ങി തരാം, മാമ്പഴം വാങ്ങിയെന്ന് വിചാരിക്കുക. അതിന്റെ അണ്ടി എവിടെ ഉള്ളത്? മാങ്ങയുടെ ഉള്ളിലല്ലേ? പക്ഷെ കശുമാവിന്റെ അണ്ടി എവിടെ ഉള്ളത്? അതാ പടച്ചല്ല, അതൊരു മിസ്റ്റേക്കാണ്. ഏത്? ഈ കശുമാവിന്റെ അണ്ടി പുറത്തായത് ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ആര് പടച്ചതല്ലത്. അങ്ങനെ മുതലെ കുറിച്ച് വേറെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, അങ്ങനെ കണ്ടമാനുണ്ട്. EK മൗലവി ഉടനെ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് ഈ അന്നത്തെ നമ്മുടെ അന്ന് കേനമൊന്നുമില്ല, അന്നിങ്ങനെ ഉയർന്ന് ആളുകളോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു വെച്ചാല് അന്നുണ്ടായിരുന്ന ഒരാളെ മക്തീത്തങ്ങൾ അന്നുണ്ടായ ആളാണ്. മക്തീത്തങ്ങൾ അന്ന് പ്രധാന പണി എന്താന്ന് വെച്ചാല് ഈ ക്രിസ്ത്യാനികളായ ആളുകൾ അന്ന് കടന്നു വന്നിട്ട് ഈ പുറത്തുനിന്ന് വിദേശികളായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകൾ വന്നിട്ട് ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി വളരെ ശക്തമായി ഇസ്ലാമിനെയും ഖുറാനെയും പ്രവാചകനെയൊക്കെ വിമർശിച്ചിട്ട് വളരെ ലഘുലേഖകളും പുസ്തകങ്ങളും ഒക്കെ എഴുതി മുസ്ലിങ്ങളെ പ്രകോപിച്ചുകൊണ്ടിരിക്കുക മാക്സിമം. അപ്പൊ അവർക്ക് മറുപടി എഴുതലായിരുന്നു ആരുടെ പണി? മക്തി തങ്ങളുടെ പരിപാടി. അന്നും അദ്ദേഹത്തോട് പൊതുസമൂഹം സഹകരിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് നബി നാണയത്തൊട്ടൊക്കെ തെണ്ടി അദ്ദേഹം കൊച്ചിയിലൊക്കെ വന്ന് ഇവർക്ക് മറുപടി എഴുതി പ്രസിദ്ധീകരിക്കാൻ കാശില്ലാഞ്ഞിട്ട് അദ്ദേഹം ജനിച്ചത് ചാവക്കാട് എങ്ങണ്ടിയൂർ പഞ്ചായത്തിലാണ്. അവിടുത്തെ മാഷായിരുന്നു, സ്കൂളിലെ മാഷായിരുന്നു. ആര്? പിന്നെ അവസാനം ജോലിയൊക്കെ രാജിവെച്ച് അദ്ദേഹം ഇറങ്ങി തിരുവനന്തപുരത്ത് പോയി കറങ്ങി. അദ്ദേഹം മരിച്ച അദ്ദേഹത്തിന്റെ ഖബർസ്ഥാൻ എവിടെയാ? മക്തി തങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ. എവിടെ? കൽവത്തി മഹലിലാണ്. ആരുടെ ഖബർ?
നടന്നിങ്ങനെ അവിടെ നിന്ന് മരിച്ചുപോയി. എവിടെ നിന്ന്? കൊച്ചി വന്ന് മരിച്ചുപോയി. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. അപ്പോൾ ഈ മക്തി തങ്ങള് ക്രിസ്ത്യാനികൾക്ക് മറുപടി പറയുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ കൂടും, മുസ്ലിങ്ങളൊക്കെ കൂടും. അങ്ങനെ കൂടി ആ മീറ്റിങ്ങിൽ ഒരു ദിവസം ഇങ്ങനെ കൂടിയിരുന്നപ്പോൾ മക്തി തങ്ങൾ പറഞ്ഞാണ്, ഇവർക്ക് മറുപടി പറയലല്ല ബുദ്ധിമുട്ട്, ആർക്ക് മറുപടി പറയല? ക്രിസ്ത്യാനികളെ നന്നാക്കലല്ല പ്രയാസം. ആരെ നന്നാക്കലാണ്? ഇവരെയാ നന്നാക്കേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിക്കണം. ഇതെനിക്ക് എളുപ്പമാണ്. ഏത്? അവരെന്ത് വിമർശിച്ചാലും മറുപടി പറയാൻ എനിക്ക് എളുപ്പമാണ്. പക്ഷെ ഇവരെ എങ്ങനെ നന്നാക്കുമെന്നാണ് ഞാനിങ്ങനെ കൂലങ്കശമായി ചിന്തിച്ചത്. ആ ചിന്തയിൽ നിന്നാണ് അഴീക്കോട്, ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് അഴീക്കോട് ഈ ചെറുപ്പക്കാരും കുറച്ച് ആൾക്കാരൊക്കെ കൂടിയത്. സിദി സാഹിബിന്റെ വാപ്പയടക്കമുള്ള ആളുകളൊക്കെ കൂടി അവിടെ ഇരുന്നത്. അങ്ങനെയാണ് ആർക്ക് കത്തെഴുതിയത്? ചാലകത്തിന് കത്തെഴുതി. അപ്പൊ ചാലകത്തിന്റെ ശിഷ്യൻ ഇ കെ മൗലവിയെ പറഞ്ഞു വിട്ടു അഴീക്കോട്ടേക്ക്. അഴീക്കോട്ടേക്ക് വന്ന് ഇ കെ മൗലവി പിന്നെ പറഞ്ഞു, പിന്നെ ഞാൻ തിരിച്ചു പോകാൻ ആഗ്രഹിച്ചില്ല, ഞാൻ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇവിടെ നിന്ന് സെറ്റപ്പാക്കി ഞാൻ തിരിച്ച് പോകാൻ ഒരുങ്ങിയപ്പോൾ അവിടെ ആര് മരിച്ചു? ചാലകത്ത് മരണപ്പെട്ടു പോയിന്നാ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, കേവലം ഒരു മദ്രസാധ്യാപകനായിട്ട് അഴീക്കോട് വന്ന ആളാണ് ആര്? ഇ കെ മൗലവി. ആ ഒറ്റ വരവ് കൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം ഉണ്ടായത്. ഒരു മദ്രസയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് എന്ത് ഇസ്ലാഹി പ്രസ്ഥാനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, അന്നത്തെ ആ വരവും യാത്രയും, ഒരാൾ ഒരു പ്രദേശത്ത് വരുന്നു, അവിടെ വന്ന് താമസിക്കുന്നു, മദ്രസ ഉണ്ടാക്കുന്നു, സ്കൂൾ ഉണ്ടാക്കുന്നു, അങ്ങനെ സംസാരിക്കുന്ന ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കുന്നു. ഇനി അത് വളർന്ന് വലുതായി വലിയ ഒരു സംഘടനാ സെറ്റപ്പായി, വലിയ സെന്ററായി, വിദേശങ്ങളിൽ സെന്ററുകളായി, വലിയ ഒരു സമുച്ചയമായി ലോകത്തിന്റെ മുക്കുമൂലകളിലും അതങ്ങനെ വളർന്നു വ്യാപിച്ച് ഇവിടെ ഇന്ന് ഈ കാക്കനാട് ഇരുന്നിട്ട് നമ്മൾ ഈ സമൂഹത്തെക്കുറിച്ച്, ഈ സംഘടനയെക്കുറിച്ച് ചിന്തിക്കുമ്പോ ഒരാളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ആരാ? അന്ന് മദ്രസ എടുക്കാൻ വന്ന മദ്രസാധ്യാപകന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ശമ്പളം കൊടുത്ത് ചിലപ്പോൾ എത്രയായിരിക്കും? ആ മദ്രസാധ്യാപകന്റെ ശമ്പളം എത്രയായിരിക്കും? ഇപ്പം എൻ്റെ വാപ്പ മദ്രസാധ്യാപകൻ, വാപ്പക്ക് കിട്ടിയത് 700 രൂപയായിരുന്നു അന്ന് സാലറി. 700 രൂപ. അത് വെച്ചാൽ ഏറ്റവും ടോപ്പ്. ഞാനൊക്കെ വേണമെന്നിങ്ങനെ അറിയാം, പൈസ ഒക്കെ ചോദിച്ചിങ്ങനെ അറിയാൻ തുടങ്ങിയ കാലത്ത് 700 രൂപയാണ് സാലറി. നമ്മൾ മദ്രസാധ്യാപകൻ കൊടുത്ത സാലറി എത്രയായിരിക്കും? പക്ഷേ ആ ഇ കെ മൗലവി എന്ന മദ്രസാധ്യാപകന്റെ അക്കൗണ്ടിൽ വന്ന് ചേരുന്നത് ഇന്ന് ഇവിടെ ഇത്രയും ആളുകൾ കൂടിയിരുന്ന് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഓഹരി എവിടെ പോയി കയറുന്നുണ്ട്? അതാണ് സംഘാടകന് കിട്ടുന്ന ബെനിഫിറ്റ്. സംഘാടകന് കിട്ടുന്ന ബെനിഫിറ്റ് ചിലപ്പോൾ അത് വാത് പറയാൻ വന്ന ഉസ്താദിന് കിട്ടിക്കോണമെന്നില്ല. വാത് പറയാൻ വന്ന ഉസ്താദിന് കിട്ടിക്കോണമെന്നില്ലത്. ഒരു സംഘാടകന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് റബ്ബിനറിയാം, അത് വളർത്തും. അതിന് ഏറ്റവും വലിയ 2 തെളിവുകൾ അള്ളാഹു നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. 2 തെളിവുകൾ അള്ളാഹു ഇട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് റബ്ബ് വളർത്തുക നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി 2 തെളിവുകൾ. ഒന്ന് ഹാജർ, ഇസ്മായിൽ. ആര്? ഹാജർ, ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വെച്ചാൽ അറബിയല്ലേ? പറ. അല്ല. ഇസ്മായിൽ നബി എവിടുന്നാ വന്നത്? ഇസ്മായിൽ നബി എവിടുന്നാ വന്നത്? ഫലസ്തീനിൽ നിന്ന്. പിന്നെ എവിടുന്ന വന്നത്? ഇസ്മായിൽ നബി എവിടുന്നാ വന്നത്? പേർഷ്യയോ? ഇറാനിന്നോ? പേർഷ്യ എന്ന് വെച്ചാൽ ഇറാൻ ആണോ? ഈജിപ്തിൽ നിന്നാണോ? ഈജിപ്തിലാണ് ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജർ. മിസ്റിലാണ്, ഈജിപ്ഷ്യൻ യുവതിയാണ്. ഇബ്രാഹിം നബി ഈജിപ്തിൽ പോയി അവിടെ നിന്ന് സാറക്ക് കിട്ടിയിരുന്ന അടിമ സ്ത്രീകളുടെ ഒരാളായിരുന്നു ആര്? ഹാജർ. പിന്നെ ഇബ്രാഹിം നബി വിവാഹം കഴിച്ച ആ കുടുംബത്തിലുള്ള ആളാണ് ഇസ്മായിൽ അലൈഹി സ്വലാം. ആ ഇസ്മായിൽ നബിയെ കൊണ്ടുപോയി എറിയാൻ പറഞ്ഞ എവിടെയാ? മക്കത്ത് അള്ളാഹ്ക്ക് കൊടുക്കാനാ പറഞ്ഞത്. മക്കത്ത് കൊണ്ടുവിടാനാ പറഞ്ഞത്. ഇബ്രാഹിം നബിയും ഹാജർ ബീവിയും അത് വളരെ
അഖ്ലാസോടുകൂടി മക്കത്തിട്ടു. സ്വാഭാവികമായും അവിടെ സംഭവിക്കേണ്ടത് അള്ളാഹ് കൊടുത്തതാണത്. എന്താ സംഭവിക്കേണ്ടത്? വെള്ളമുണ്ടോ മക്കത്ത്? ബിൽഡിംഗ് ഉണ്ടോ മക്കത്ത്? വീടുണ്ടോ? തണൽ മരങ്ങളുണ്ടോ? തണൽ മരങ്ങളുണ്ടോ? ഇല്ലേ. ആകെ മലകൾ മാത്രം ചുറ്റപ്പെട്ടൊരു പ്രദേശം. വിളിച്ചു പോയാൽ പോലും ഒരു മലയെ തട്ടി പുറത്തേക്ക് തിരിച്ചു വരും. ആ ഒരു മലമടക്കിനിടയിൽ വെള്ളമില്ല, മരമില്ല, വീടില്ല, തണലില്ല, ഒന്നുമില്ലാത്തടത്തോണ്ട് ഒരു കുഞ്ഞിനിട്ടാൽ എന്താ സംഭവിക്കുക? ലോജിക്ക്. മരിച്ചു പോവും, ഇല്ലാതായി പോവും, നാമാവശേഷാവും. ആരും ഇല്ലാത്തടത്ത് എങ്ങനെ കൊണ്ടുപോയിട്ട് വളരുക? പക്ഷേ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു എങ്ങനെ വളർത്തുകയാണ്. അള്ളാഹുവിനെ കൊടുത്തത് എങ്ങനെയാ റബ്ബ് വളർത്തുകയെന്ന് കാണിച്ചു തന്നു. അത് വളർത്തി റബ്ബ് വലുതാക്കി. അവിടെയാണ് നമ്മുടെ യമൻ പ്രസക്തമാണ്. യമനിൽ നിന്ന് വരുന്ന ആളാണ് ആര്? യമനിൽ നിന്ന് വന്നാണ് ആര്? ഇസ്മായിൽ നബി വിവാഹം കഴിച്ച സ്ത്രീ എവിടെ നിന്ന് വന്നാണ്? യമനിൽ നിന്ന് വന്നാണ്. അതുകൊണ്ട് യമനികളാണ് അസ്ലി. ആര്? അറബികൾ. അപ്പൊ ഇസ്മായിൽ നബി ആരാ? ഈജിപ്ഷ്യൻ. യമനിൽ നിന്ന് വന്നാണ് എന്ത്? അറബി. അപ്പൊ അസ്ലി അറബി ഉണ്ട്, മുസ്തഗരിബുണ്ട്. മുസ്തഗരിബ് എന്ന് വെച്ചാൽ അറബി വൽക്കരണം നടന്ന ആളുകളുണ്ട്. അപ്പോൾ അസ്ലി വന്നത് യമനിൽ നിന്നാണ്, അറബികൾ വന്നത്. അവിടെ നിന്ന് അള്ളാഹു അതിനെ വളർത്തി വലുതാക്കി. തലമുറകൾ കഴിഞ്ഞു, പരമ്പരകൾ വന്നു. ആ പരമ്പരയിൽ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അള്ളാഹുവിന് കൊടുത്തത് അള്ളാഹു വളർത്തു. അതിന് നമ്മൾ വിചാരിക്കുന്ന കാലദേശ പരിധികളുടെ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കിന്റെ ആ ചിട്ടവട്ടങ്ങളൊന്നും വേണ്ട. അല്ലാതെ റബ്ബത് വളർത്തി വലുതാക്കും. മറ്റൊരാളാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറഞ്ഞ മറിയം അലൈഹിസ്സലാം. മറിയത്തിന്റെ പ്രത്യേകത എന്താ? മറിയത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? മറിയത്തിന് നല്ലൊരു ഉമ്മ ഉണ്ടായിരുന്നു. അതാണ് മറിയത്തിന്റെ പ്രത്യേകത. ആ ഉമ്മ ഇല്ലായിരുന്നെങ്കിൽ മറിയം പ്രസക്തിയല്ല. മറിയത്തിന്റെ ഉമ്മയെ പറഞ്ഞു മാഫി ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. എന്റെ വയറ്റിലുള്ളത് അവിടച്ചനെ ഞാൻ നിനക്ക് തരാൻ തീരുമാനിച്ചു. അതിന് ഉമ്മ പറയണമെങ്കിൽ അത് കുറച്ച് കട്ടിയുള്ള വാക്കാണ്. എന്റെ വയറ്റിലുള്ളത് പടച്ചവനെ ഞാൻ നിനക്ക് തരികയാണ്, വേറൊന്നുമില്ല എൻ്റെ തരാം. എൻ്റെ കയ്യിലുള്ളത് ഈ വയറ്റിലുള്ള. അവർ വിചാരിച്ചത് ഇത് വലിയൊരു ആൺകുഞ്ഞായിരിക്കും, വലിയ യോദ്ധാവാകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ജനിച്ചപ്പോഴോ പെൺകുഞ്ഞ്. എന്നിട്ട് ഒരു മടിച്ചില്ല, പടച്ചന് കൊടുത്തു. ആ പടച്ചന് കൊടുത്തതിനെ പറ്റി ഖുർആൻ പറഞ്ഞു ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വഅംബതഹാ ബിനബാത്തിൻ ഹസന. അള്ളാഹു അത് ഏറ്റവും നല്ല നിലയിൽ സ്വീകരിച്ച് നല്ല ഒരു ചെടിയാക്കി വളർത്തി കൊടുത്തു. ആരെ? അപ്പോ മറിയം ബീവിയുടെ പ്രത്യേകത ഈസാ നബി ജനിപ്പിച്ചു എന്നുള്ളതാണ്, അലൈഹിസ്സലാം. ആ ഈസാ നബി ആണോ മറിയം ബീവി ആണോ അതോ ഈ രണ്ടുപേരെ അള്ളാഹു കൊടുത്ത ഉമ്മയാണോ കേമത്തി? ആരാ? അതുകൊണ്ട് വിശുദ്ധ ഖുർആനില് ബഖറ കഴിഞ്ഞ ഒരു സൂറത്തുണ്ട്. സൂറത്തിന്റെ പേരെന്താ? ആലു ഇമ്രാൻ. ഇമ്രാന്റെ കുടുംബം. ഇമ്രാന്റെ മോളാണ് ആര്? സൂറത്തു ഇമ്രാൻ എന്നാണ് പറഞ്ഞത്. ഒരു പെൺ മേന്മയുണ്ട് അവിടെ. സൂറത്തു ഇമ്രാൻ എന്നാണ് പറഞ്ഞത്. അല്ല, ആലു ഇമ്രാൻ. ഇമ്രാന്റെ കുടുംബത്തിലാരുള്ളത്? ഇമ്രാന്റെ കുടുംബത്തിലാരുള്ളത്? ഇത് മാത്രം നമ്മൾ ഓർത്തു വെക്കുക. സംഘടനാ പ്രവർത്തനം ഓർത്തു വെക്കേണ്ട ഒരു സംഗതി. നമ്മളൊരു ചെറിയ വിത്തായിരിക്കും ഇടുക, ഒരു കുഞ്ഞൻ വിത്ത്. പക്ഷെ അള്ളാഹു നമ്മൾ അത് ഇഖ്ലാസോടെയാണ് നട്ടതെങ്കിൽ നമുക്ക് പോവാൻ ധൈര്യത്തെ. എങ്ങോട്ട് പോണവരെ പറഞ്ഞത്? ഖബറിലേക്ക് പോണവരെ പറഞ്ഞത്, അല്ലാതെ അവിടെ ഇട്ടിട്ട് വീട്ടിൽ പോകുന്നതല്ല. ഖബറിലേക്ക് പോകാൻ ധൈര്യത്തെ. ബാക്കി ആര് നോക്കിക്കോളും? അങ്ങനെ അക്കൗണ്ടിൽ വന്ന് കയറി. അത് പിന്നെ മഹ്ശറെ പറഞ്ഞ കാണണമെങ്കിൽ എത്രയാണെന്ന് കാണണമെങ്കിൽ ഇവിടെ ദുനിയാവിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോകത്തൊന്നും കാണാം. നമ്മുടെ ചെയ്യുന്ന അമലുകൾക്ക് ദുനിയാവിൽ ഒരിക്കലും കൂലി തരാൻ കഴിയില്ല. ഇവിടെ പല ആളുകളും ചോദിച്ചിരുന്നു സംഘടനാ പ്രവർത്തനമായിട്ട് എന്താ? നമുക്ക് ദുനിയാവിൽ കൂലി തരാൻ കഴിയില്ല. അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന കൂലി ചെയ്യിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? നമുക്ക് 2000 ഒരാൾ തന്നു വിചാരിക്കുക, ഒരു 5000 കൈമടക്കി തന്നു വിചാരിക്കുക, സങ്കല്പിക്കുക. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇയാൾ പറയണെന്ത്? 5000 തന്നില്ലേ, എന്നാ പിടിച്ചു വന്നാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കുക.
നമ്മളിത് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമോ? അത് പറ്റുമോ? പറ്റില്ല. വിലമതിക്കാനാവാത്തതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഏറ്റവും ഹൈറായത് അള്ളാഹുവിന് എന്ന രൂപത്തിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ ഒറ്റക്ക് ഈ മീറ്റിങ്ങിന് വരില്ല. അതെന്റെ പ്രത്യേകത. നമ്മളിപ്പോൾ മീറ്റിങ്ങിന് പോകണം എങ്ങനെയാ? അപ്പന ഒറ്റക്ക്. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ലുലുവിൽ ഓഫർ വന്നു, ജസ്റ്റ് ഓടണ്ട, ഓഫർ വന്നപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റക്ക് വന്നാൽ 50%, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ 80%. ആളിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ എന്തെടുക്കും, കൂടിക്കൊണ്ടിരിക്കും. എന്ന് കണ്ടാൽ വെന്റിലേറ്റർ കിടക്കണ വല്ലുമ്പോ അവിടെ ഉണ്ടാവോ? അത് അടക്കം ബെഡ് അടക്കം പൊക്കി നമ്മൾ അവിടെ കൊണ്ട് നോക്കും. കാരണം 10%. കാരണം നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുകയാണ്, ഓഫർ കിട്ടുകയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എപ്പോഴും ഇത്തരം മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഒറ്റക്കാ വരിക. എന്താ ഒറ്റക്ക് വരണത്? വേഗം പോകല് മാത്രമൊന്നുമല്ല എൻ്റെ വിഷയം. നമുക്കിത് അറിഞ്ഞൂടാ, ഇങ്ങനെ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ജക്കരിയ നബി റബ്ബിനോട് നടത്തിയ ജക്കരിയ നബിയുടെ ഒരു സങ്കടം ഖുർആൻ പറയുന്നുണ്ട്. എന്താ സങ്കടം? റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഗല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖറ ഫഹബിലി മിൻ ലദുൻക വലിയ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞാനിതാ എല്ലൊക്കെ ബലക്ഷയം സംഭവിച്ചു, മുടി വെള്ളി പോലെ വെളുത്തു, എൻ്റെ നാഡി നരമ്പൊക്കെ തൊലിയൊക്കെ ചുക്കിച്ചുളുങ്ങി, ഞാൻ വയസ്സായി, എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കഴിയാത്തൊരു സ്ത്രീയാണ്. പക്ഷെ എനിക്ക് നിരാശയില്ല. നിന്നോട് ഞാൻ ചോദിക്കണം, എനിക്കൊരു സന്താനത്തെ തന്നേ പറ്റൂ. എന്തിന്? എൻ്റെ കാലശേഷം ഇത് ഏറ്റെടുക്കണം. ഞാൻ ഈ രംഗത്ത് കണ്ട ഒരു മനുഷ്യനൊരു മലയാളിയായൊരു മുതലാളി, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പള്ളിയുടെ പിരിവിനോ അറബി കോളേജിന്റെ പിരിവിനോ എത്തിങ്ങാണ്ട് പിരിവിനോ ചെന്നാൽ ആദ്യം വിളിച്ചിരുത്തി നല്ലൊരു സൽക്കാരം. എങ്ങനെ? സാധാരണ പിരിവാർ വരുമ്പോൾ വേഗം നമ്മൾ എടുക്കല, വാച്ചൊക്കെ നോക്കിയിട്ട് ഓടിക്കല. മൂപ്പര് ആദ്യം തന്നെ നല്ല കടിയും നല്ല ചായയൊക്കെ തന്നെ അവിടെ ഇരുന്നു. രണ്ട് വിവരങ്ങളൊക്കെ, ഇതിനിടക്ക് വിവരങ്ങളൊക്കെ, ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് എന്താ കാര്യം, എന്താണ് എൻ്റെ വിളിയാ, ഫാത്തിമ ഒരു വിളിയാ. അപ്പം ഇളയ മോള് ഇങ്ങനെ ഇറങ്ങി വരും. എൻ്റെ ഓഹരി എത്രയാ? ഇവിടുന്ന് പള്ളിക്ക് പിരിവിന് വന്ന എൻ്റെ എത്രയാ ഉള്ളത്? ഒന്നുമില്ല ഉപ്പ. എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? മോതിരം. അതൊന്ന്. അടുത്ത ആള്, ആ വീട്ടിൽ എത്ര മക്കളുണ്ടോ അത്രയും മക്കളെ വിളിച്ച് അവരുടെ ഓഹരി ആദ്യം വാപ്പ വാങ്ങിയോടെ വെക്കും. എവിടെ? ഡെസ്കിന്റെ പുറത്ത്. എന്നിട്ട് അവസാനം അടുക്കളക്ക് ഒരു വിളിയുണ്ട്, നീട്ടിയൊരു വിളി. അതാരാ? ഭാര്യ. നിന്റെ ഓഹരി എത്രയാ? എൻ്റെ പാട്ടെന്ന് തുറന്ന് നോക്കിയാളി, അരിപ്പാത്രം തുറന്ന് നോക്കി എത്ര ഉണ്ട്? അതിൽ നിന്നൊരു ഓഹരി താത്തായും കൊണ്ടുവന്ന് തരണം. ഇതൊക്കെ കഴിഞ്ഞ് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ 2 ഇരട്ടി ആര് വെക്കും? വാപ്പ വെക്കും. ഇതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. അതിന്റെ ആവശ്യമുണ്ട്. കാരണം ആദ്യം ഇത് ചെയ്യേണ്ട ആളുകൾ എൻ്റെ അനന്തരഗാമികളാണ്. അവർക്ക് ഇതിനോടൊരു താല്പര്യം വേണം. ഇത് അനന്തരഗാമിയായി ഇവിടെ ഉണ്ടാവണം, ഇത് അസെറ്റായി ഇവിടെ ഉണ്ടാവണം. ആ ബോധം വാപ്പ ആദ്യം തന്നെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഒരു തോട്ടക്കാരെ സംബന്ധിച്ച് പറയും, ഇന്നാ ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ വലാ യസ്തസ്റൂൻ ഫതവാഫ അലൈഹാ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ. പിന്നെ ഫസ്ബഹത് ഖസ്സരീം ഫതനാദു മുസ്ബിഹീൻ അനയദു അലാ ഹർത്തിക്കും. എന്താണ്? ഇങ്കുന്നും സ്വാലിമീന. ഇത് മക്കത്തിറങ്ങിയ ആയത്താണിത്. മക്കത്തിറങ്ങിയ ആയത്താ. എന്താ സംഭവം എന്ന് വെച്ചാൽ, യമനിൽ ഒരു വാപ്പ ഉണ്ടായിരുന്നു. വാപ്പക്ക് വലിയൊരു തോട്ടമുണ്ടായിരുന്നു. ഈ വാപ്പക്കൊരു സ്വഭാവമുണ്ട്. വാപ്പ എല്ലാ വർഷവും വിളവെടുക്കുന്ന സമയമാകുമ്പോൾ ഒരു അനൗൺസ്മെന്റാ നാട്ടില്, ഇന്ന ദിവസം ഇത്ര മണിക്കാണ് വിളവെടുപ്പ്. അതുകൊണ്ട് എല്ലാവരും വരണം, എല്ലാ മിസ്കീന്മാരും എല്ലാ ഫക്കീറന്മാരും എവിടെ വരണം? തോട്ടത്തിൽ വരണം.
അങ്ങനെ ഈ വാപ്പ പോയി വിളവെടുക്കും. എന്നിട്ട് ഇങ്ങനെ തൻ്റെ കുടുംബത്തിനൊരു കൊല്ലത്തേക്കുള്ള എന്തെടുക്കും, അത് മാറ്റും. ബാക്കി എന്നാലും തോട്ടത്തിലുണ്ടാവും, ബാക്കി തോട്ടത്തിലുണ്ടാവും. അപ്പോൾ വാപ്പ എന്ത് പറയും, ബാക്കി നിങ്ങൾക്ക് എടുത്തോന്ന് പറയും. ആർക്ക്? ഈ മിസ്കിന്മാർക്കും പക്കും നിങ്ങൾ എടുത്തോന്ന് പറയും. അങ്ങനെ വാപ്പ ജീവിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ വാപ്പ മരിച്ചു. ഉടൻ തന്നെ മക്കളെല്ലാം കൂടെ കൂടി മീറ്റിംഗ് കൂടി. ഫസ്റ്റത്തെ ചർച്ച എന്നറിയോ എന്താ? ഇതാണ് ആകെയുള്ള വരുമാനം. എന്നിട്ട് വാപ്പ ചെയ്ത സേവനത്തെക്കുറിച്ച് മക്കൾ എങ്ങനെ വിലയിരുത്തിയെന്നറിയോ? പല്ലൽ മാൽ കസുറൽ ഇയാൽ. പണ്ട് വാപ്പ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളോ? പണ്ട് വാപ്പാട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളോ? ആള് കൂടി. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, പഴയ പണി നിർത്തലാക്കാം. പക്ഷെ എന്നാലും പ്രശ്നം, സമയമാകുമ്പോൾ മറ്റവന്മാർ വരും. ആര്? ഈ മിസ്കിന്മാർ വരും. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തെടുക്കണം, വിളവെടുത്ത് ലോഡ് കയറ്റി കച്ചവടം മാർക്കറ്റിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയ ആൾക്കാരാ. പക്ഷെ അള്ളാഹു പരീക്ഷിച്ചു. അവിടെ ചെന്നപ്പോൾ തോട്ടം തന്നെ കാണാനില്ല. പത്തനാദോ മുസ്ബിഹീൻ അനഗ്ദു അലാ ഹർത്തിക്കും ഇൻകുന്തും സ്വാലിമീൻ. വേഗം വാ, എല്ലാവരും വാ എന്ന് പറഞ്ഞ് നേരത്തെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് മുഴുവനും കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. അള്ളാഹു ആ രാത്രിയിൽ ശിക്ഷ ഇറക്കി ആ തോട്ടം. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് വഴി തെറ്റി, ഇതല്ലല്ലോ നമ്മുടേത് എന്നൊക്കെ അവർ പറഞ്ഞു. ഖുർആൻ പറയേണ്ട ആ രംഗം അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പഠിച്ചൊരു മാറിയോ? പാതിരാത്രി ഓടി വന്നപ്പോൾ ഒപ്പറാളം പിടിച്ച് വന്നപ്പോൾ സ്ഥലം മാറിപ്പോയി. സ്ഥലം മാറിയതല്ല, അള്ളാഹു കരിച്ച് കളഞ്ഞതാണ്. ഇത് മക്കയിലുള്ള സന്ദർഭത്തിൽ അള്ളാഹു സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം ഈ ആയത്ത്. അന്ന് പട്ടിണിയാണ്, എന്നിട്ടും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം, നമുക്കൊരു അനന്തരഗാമി ഉണ്ടാകണം. ഇപ്പൊ MSM നമ്മുടെ നാട്ടിലുണ്ടോന്ന് അന്വേഷിക്കുക, ISM ഉണ്ടോന്ന് അന്വേഷിക്കുക. KNM വളരെ സജീവമായിട്ടുണ്ടാവും. ഈ വാപ്പാക്ക് 3 മക്കളുണ്ടാവും, അല്ലെങ്കിൽ പേരക്കുട്ടികളുണ്ടാവും. പക്ഷെ ഈ ഉപ്പാപ്പാടെ സംസാരമോ അല്ലെങ്കിൽ അവരുടെ വഴിനടപ്പോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളോ ആർക്കറിയണമെന്നില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മുടെ അനന്തരഗാമികളെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും അത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഒറ്റയ്ക്ക് രക്ഷപ്പെടലല്ല, അംഫുസക്കും വാഹിലീക്കും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തവും നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ സന്ദേശം എത്തിക്കാനുള്ള നമ്മുടെ ഈ ചിന്തകൾ, നമ്മുടെ ഈ ആലോചന, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അവിടെ നിന്നാണ് വലിയ പദ്ധതികൾ തുടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുകയും അവൻ സ്വീകരിച്ച് വലിയ ഒരു വടവൃക്ഷമായി അള്ളാഹു ഇത് വളർത്തി വലുതാക്കി നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഒരു കർമ്മമായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.